Hey guys, what's up? So this is Abhi again. ഇന്ന് ഞാൻ സംസാരിക്കാൻ വന്നേക്കുന്നത് ദ മച്ച് അവൈറ്റഡ് മൂവി L2 എമ്പുരാൻ ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് ഇന്ന് തന്നെ റിലീസായി 27th of March 2025 റിലീസായത്. സത്യം പറഞ്ഞാൽ ഒരു 2 weeks കൊണ്ട് ഈ ഡേറ്റിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ബിക്കോസ് അമ്മാതിരി ഹൈപ്പായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്രെഡിറ്റ് ഗോസ് ടു പൃഥ്വിരാജ് ആൻഡ് ടീം ഫോർ ക്രിയേറ്റിംഗ് ദാറ്റ് ഹൈപ്പ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളായിട്ട് മലയാളം ഇൻഡസ്ട്രിയിൽ ഇതുപോലെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത ഒരു മൂവി വേറെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റർ റിലീസ് ചെയ്തായിരുന്നു. അതായത് ഒരു പുള്ളി ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുവാണ്, അതിൻ്റെ ബാക്കിൽ ഡ്രാഗൻ്റെ സിമ്പിളൊക്കെ ഉണ്ട്. അത് ആര് എന്ന് ഒത്തിരി ആൾക്കാർ ഗസ്സൊക്കെ ചെയ്ത്, ഞാൻ ആരാന്നൊന്നും പറയാനൊന്നും പോണില്ല. അപ്പം അതൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് ഭയങ്കര ആൾക്കാരെല്ലാവരും ക്യൂരിയസ് ആയിരുന്നു, ഇത് ആരാണ് ആൾ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി. സോഷ്യൽ മീഡിയയിൽ പലരുടെയും റിക്വസ്റ്റ് ഉണ്ട്, സ്പോയിലേഴ്സ് ഒന്നും ഇടരുത്, ആരെങ്കിലും പടം കണ്ടു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് കണ്ടിട്ട് പോകണം, അല്ലാതെ ഫോട്ടോയും വീഡിയോ എടുത്തിട്ടൊന്നും സോഷ്യൽ മീഡിയയിൽ ഇടരുതെന്നൊക്കെ പല ക്രിയേറ്റേഴ്സൊക്കെ പറഞ്ഞു കേട്ടു. ഇതിനു മുമ്പ് ഏത് പടത്തിലാണ് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്? ദ ക്രെഡിറ്റ് ഗോസ് ടു പൃഥ്വിരാജ്. ദിസ് ഈസ് ഹിസ് ബ്രില്യൻസ് ഇൻ മാർക്കറ്റിംഗ് ദ മൂവി. സത്യം പറഞ്ഞാൽ പടം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മലയാളം ഇൻഡസ്ട്രിയിലിരുന്ന് ഇങ്ങനൊരു പടം വരുന്നത് ഇപ്പോഴൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മുടെ എല്ലാവരും പറയും നമ്മുടെ കോണ്ടൻ്റ് ഒക്കെ ഒത്തിരി നല്ലതാണ്, പക്ഷേ ഈ മൂവി എടുത്തു വെച്ചേക്കുന്ന ആ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഈസ് ഡിഫറെൻറ്റ് ലെവൽ. ദ ക്രെഡിറ്റ് ഗോസ് ടു ദ വിഷൻ ഓഫ് പൃഥ്വിരാജ്. പിന്നെ അതേപോലെ ഈ പ്രൊജക്റ്റിനെ ബാക്കപ്പ് ചെയ്തത് ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദിസ് മൂവി. ബിഗ് സല്യൂട്ട് ടു ദം ടു പുൾ ഓഫ് സച്ച് എ പ്രൊജക്റ്റ്. പിന്നെ എല്ലാവരും പോയത് ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷൻസോടെയാണ്. എസ്പെഷ്യലി ലൂസിഫർ ഫാൻസ് എല്ലാവരും വന്നത് നമ്മുടെ മുണ്ട് മടക്കി എടുത്ത ലാലേട്ടൻ, മീശ വിരിക്കുന്ന ലാലേട്ടൻ, ആ ഒരു സാധനമൊക്കെ കാണാനാണ് അവർ വന്നത് തിയേറ്ററിൽ തന്നെ. അവർക്കൊക്കെ ആണെങ്കിൽ ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും. ബിക്കോസ് 2 hours 57 minutes ആണ് മൂവി ടോട്ടൽ ലെന്ത്. അതിനകത്ത് ലാലേട്ടൻ ഉള്ളത്, പൃഥ്വിരാജ് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, ലാലേട്ടൻ ഉള്ളത് ഓൺലി 41 minutes ആണ്. ഒരു മാസ് മസാല മൂവി പ്രതീക്ഷിച്ച് പോയ എല്ലാവർക്കും വേണ്ടി ഒരു സർപ്രൈസ് ആയിരുന്നു. ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമ, ഒരു വെൽ റിട്ടൺ പൊളിറ്റിക്കൽ ഡ്രാമയാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. ഫസ്റ്റ് ഹാഫിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് സ്ലോ ആണ്. സെക്കൻഡ് ഹാഫിൻ്റെ അത്ര എൻഗേജിങ് അല്ല, എവിടേക്കോ ചെറിയ ലാഗ് ഉണ്ട്. പക്ഷേ ഇറ്റ്സ് നോട്ട് ബോറിങ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ച് കാണിച്ചു ഓരോരോ ക്യാരക്ടേഴ്സിനെയൊക്കെ. അപ്പം അതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുമ്പോൾ കുറച്ച് സ്ലോ ആകും. സെക്കൻഡ് ഹാഫിൽ വേറെ ലെവലായിരുന്നു മൂവി. ക്രെഡിറ്റ് ഗോസ് ടു മുരളി ഗോപി. അടിപൊളിയായിട്ട് പുള്ളി എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇപ്പം കറണ്ട് സിനാരിയോയിൽ നടക്കുന്ന പല കാര്യങ്ങളും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ എ ബിഗ് സല്യൂട്ട് ടു ഹിം ഫോർ റൈറ്റിംഗ് ദിസ് ഓഫ്. I feel that script of Lucifer was much better than Emburan. I don't know why, maybe this is just my personal choice, പക്ഷേ എനിക്ക് തോന്നിയത് ലൂസിഫർ സ്ക്രിപ്റ്റ് വൈസ് കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. I want to take a moment and talk about Prithviraj Sukumaran, the director of this movie, the mastermind behind this movie. പുള്ളിയുടെ വിഷനെ സമ്മതിക്കുന്നു. ഈ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി, ആൻഡ് ദാറ്റ് ടു ഫ്രം എ സ്മോൾ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ, അവിടെ നിന്ന് ഈ ഒരു സംഭവം പുൾ ഓഫ് ചെയ്യുന്നത് നിസ്സാര കാര്യമല്ല. യു ഹാവ് ടു ഗിവ് ക്രെഡിറ്റ് ടു ദിസ് ഗായ്. I mean, hats off, man. This is something exceptionally beautiful which I saw today in theaters, and I would have never expected this from Malayalam industry, at least for another 5 years. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ആ ഒരു ബെഞ്ച് മാർക്ക് പുള്ളി സെറ്റ് ചെയ്ത് വെച്ച്. പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ബോളിവുഡ് ലെവൽ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി, ഒരു ഹോളിവുഡ് ലെവൽ പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ് ഇതിനകത്ത്. പിന്നെ പറയാനുള്ള ഇതിൻ്റെ BGM ആൻഡ് മ്യൂസിക്കാണ്. ഇത് ചെയ്തേക്കുന്ന ദീപക് ദേവ് ആണ്. ഐ വുഡ് സേ മലയാളത്തിലെ AR റഹ്മാൻ അല്ലെങ്കിൽ ഹാൻസ് സിമർ എന്നൊക്കെ പറയാം. ബിക്കോസ് അമ്മാതിരി ലെവലിൽ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത്രയും നാൾ ഞാൻ വിചാരിച്ചിരുന്നത് സുഷിൻ ശ്യാമാണ് ദ ബെസ്റ്റ് ഇൻ മലയാളം ഇൻഡസ്ട്രി, ബട്ട് ഐ തിങ്ക് ദീപക് ദേവ് ഹാസ് ഡൺ റിയലി എ ഗുഡ് ജോബ്. പക്ഷേ ഐ ഫീൽ ദാറ്റ് ഈ ലാലേട്ടൻ്റെ കുറച്ച് മാസ് സീനിലൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നു എന്ന് തോന്നി. എസ്പെഷ്യലി ഈ പഞ്ച് ഡയലോഗും കാര്യങ്ങളും, അല്ലെങ്കിൽ ചില ആക്ഷൻ സീക്വൻസസിലൊക്കെ കുറച്ചും കൂടെ BGM ബെറ്റർ ആക്കായിരുന്നു എന്ന് തോന്നി. പക്ഷേ ഓവറോൾ നോക്കുവാണെങ്കിൽ BGM വാസ് മച്ച് ബെറ്റർ ദാൻ സം ഓഫ് ദി അതർ മൂവീസ് വിച്ച് ഐ ഹാവ് സീൻ റീസെൻ്റ്ലി. സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്ന സുജിത് വാസുദേവനാണ്. മോനെ ഒരു രക്ഷയില്ലാത്ത ഫ്രെയിംസ് ആണ് ഇതിൻ്റെ അത് കാണിച്ചേക്കുന്നത്. പല ആംഗിൾസിലിരുന്നും എടുത്ത ഓരോരോ ഷോട്ടൊക്കെ നമ്മൾ ചിന്തിച്ചു, പക്ഷേ ഇതിങ്ങനെ എടുക്കാമല്ലോ എന്നൊക്കെ ചിന്തിച്ച് പോയിട്ടുണ്ട് ഞാൻ പല ഷോട്ട്സും. ഈ സിനിമ പറ്റുവാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണുക. ബിക്കോസ് ഓഫ് 2 reasons. 1, സിനിമാറ്റോഗ്രാഫി, ആൻഡ് 2, the production quality. ഇത് OTT വന്നിട്ട് നമ്മുടെ കയ്യിൽ എത്ര വലിയ TV ആയാലും ആ ഒരു ഫീൽ വരത്തില്ല. ദിസ് ഹാസ് ടു ബി വാച്ച്ഡ് ഇൻ തിയേറ്റർ. ആ ഒരു സാധനം ഉണ്ട് കേട്ടോ. I want to talk about casting of this movie. ഈ
പടത്തിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് എല്ലാം പക്കയാണ്. ഓൾറെഡി ലൂസിഫറിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ക്യാരക്ടേഴ്സ് അല്ലാതെ വേറെ പുതിയ ക്യാരക്ടേഴ്സ് എല്ലാവരും വന്നതെല്ലാം പക്ക കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിങ്ങിൻ്റെ കൂടെ തന്നെ പറയാനുള്ള സാധനമാണ് ഡബ്ബിങ് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ മലയാളം മൂവീസിലൊക്കെ സാധാരണ ഹിന്ദി ഡയലോഗ്സൊക്കെ പറയുന്നതൊക്കെ നമ്മുടെ നാട്ടിലുള്ള തന്നെ ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും ഇത് ഡയലോഗ്സ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് വൺ ഓഫ് ദ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തേക്കുന്ന അഭിമന്യു സിംഗ്, പുള്ളിയുടെ തന്നെ വോയിസാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ പല ക്യാരക്ടേഴ്സിൻ്റെയും സ്വന്തം വോയിസാണ് യൂസ് ചെയ്തേക്കുന്നത്. എനിക്ക് ആകപ്പാടെ മലയാളം ചൊവ്വ തോന്നിയിട്ടുള്ളത് പൃഥ്വിരാജിൻ്റെ യങ്ങർ വേർഷൻ കാണിച്ചിരിക്കുന്ന ആ ക്യാരക്ടർ സംസാരിക്കുമ്പോൾ ചെറിയൊരു സൗത്ത് ഇന്ത്യൻ ചൊവ്വ വരുന്നുണ്ട്. ബാക്കി പക്ഷേ എല്ലാ ക്യാരക്ടേഴ്സ് എല്ലാം പക്ക ഹിന്ദി ഡബിങ് ആണ്. ഇതിൻ്റെ ക്യാരക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഫസ്റ്റ് ഐ ഹാവ് ടു സ്പീക്ക് അബൌട്ട് ലാലേട്ടൻ. ലാലേട്ടൻ്റെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ക്യാരക്ടർ പ്ലസ് ഖുറേഷി അബ്രാമിൻ്റെ ചെറിയൊരു നമുക്കൊരു എസെൻസ് ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് കാണിച്ചായിരുന്നു അവസാനത്തെ ഒരു ലാസ്റ്റ് 2 മിനിറ്റ്സിലൊക്കെ. പക്ഷേ ഇതിൻ്റെ അകത്ത് കൂടുതലും ഖുറേഷി അബ്രാമിനെ പറ്റിയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നതും കാണിച്ചേക്കുന്നതൊക്കെ. പിന്നെ ഒബ്വിയസ്ലി സ്റ്റീഫൻ നെടുമ്പള്ളിനെയും കുറച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 ക്യാരക്ടേഴ്സിനെ പറ്റി നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ പിന്നെയും അറിയുന്നുണ്ട്. ദാറ്റ്സ് അമേസിങ്. പിന്നെ പൃഥ്വിരാജ് സായിദ് മസൂദ് എന്ന ക്യാരക്ടറിൻ്റെ ഫസ്റ്റ് ഹാഫിൽ കുറേ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട്, പുള്ളിയുടെ ചെറുപ്പകാലമൊക്കെ അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് എക്സെപ്ഷണൽ പെർഫോമൻസ് ആയിട്ട് തോന്നിയത് മഞ്ജു വാര്യരുടെയാണ്. നല്ലൊരു ബോൾഡ് ലേഡിയുടെ ഒരു ക്യാരക്ടർ അതിൻ്റെ അകത്ത് നല്ലതായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് അഭിമന്യു സിംഗ് ഹൂ പ്ലേസ് വൺ ഓഫ് ദ നെഗറ്റീവ് റോൾസ്. പുള്ളിയുടെ ക്യാരക്ടർ അസാധ്യമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളിയല്ല ഇതിലുള്ള മെയിൻ വില്ലൻ, പക്ഷേ സെക്കൻഡ് പാർട്ടിൽ, അതായത് L2 എമ്പുരാനിലുള്ള ഒരു മെയിൻ വില്ലനാണെന്ന് വേണമെങ്കിൽ പറയാം. ഡ്രാഗൺ ജാക്കറ്റ് ഇട്ടിട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ആൾ, ഞാൻ പേരൊന്നും പറയാൻ പോകുന്നില്ല, ആ പുള്ളിയുടെ കുറച്ച് കാണിച്ചിട്ടുണ്ട്. ആ പുള്ളി കൂടുതലും തേർഡ് പാർട്ടിലുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. സോ ദ മെയിൻ വില്ലൻ ഓഫ് ദിസ് മൂവി ഈസ് അഭിമന്യു സിംഗ്. പുള്ളിയുടെ ക്യാരക്ടർ എഴുതിയത് സമ്മതിക്കണം. അതുപോലെ L3 കണക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഈ തിരിഞ്ഞിരിക്കുന്ന ഡ്രാഗൺ ജാക്കറ്റ് ഇട്ടേക്കുന്ന ആൾ. ആ പുള്ളീനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു മലയാളി ഓഡിയൻസ് ഒരു 75 to 80% ആൾക്കാർക്ക് ഈ പുള്ളീനെ അറിയത്തില്ല. അപ്പോൾ അത് കാരണം ഈ പുള്ളീനെ സ്ക്രീനിൽ കണ്ടിട്ട് എത്രമാത്രം ആൾക്കാർ ക്യൂരിയസ് അല്ലെങ്കിൽ സർപ്രൈസ് ആയെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ മാൻ, ഐ റിയലി ഡോണ്ട് നോ. ബട്ട് ഹി ഹാസ് ഗോട്ട് പൊട്ടൻഷ്യൽ ഫോർ എ ഗ്രേറ്റ് മൂവി. L3 L1 അടിപൊളിയായിട്ട് ചെയ്തായിരുന്നു. L2 അതിനേക്കാളും വേറെ ലെവലായി. L3 ഐ തിങ്ക് ഐ എം 100% ഷുവർ ഹി ഈസ് ഗോയിങ് ടു ഷൂട്ട് ഇൻ IMAX. അപ്പോൾ ഒരു IMAX എക്സ്പീരിയൻസും കൂടെ ആകുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ പറഞ്ഞ പോലെ ഈ പടം പറ്റുവാണെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണുക. തിയേറ്റർ വാച്ചാണ്. You won't be disappointed. Out of 5 I would give a 4 to this movie. എനിക്കൊന്ന് സ്ക്രിപ്റ്റ് കുറച്ചും കൂടെ സെറ്റായിരുന്നെങ്കിൽ I would have given 4.5. As I said, this is a must watch theatre movie. I don't know how it will look in OTT. I want to talk about UK ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇതിനേക്കാൾ മുമ്പ് ഇത്രയും കൂടുതൽ ഷോസ് എനിക്ക് തോന്നുന്നില്ല. I've been living here for 10 years and I've not seen any movie distributed in such a way. Credit goes to RFT Entertainment. അവർ അടിപൊളിയായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ 10-20 ഷോ ഒക്കെ ഓരോരോ തിയേറ്ററിൽ, മേജർ സിറ്റീസിൽ, ഓരോ തിയേറ്ററിൽ തന്നെ. പിന്നെ ഒരു സിറ്റിയിൽ പല തിയേറ്റേഴ്സിലും ഉണ്ടാവുമല്ലോ ഈ ഷോസൊക്കെ. സോ ഹാറ്റ്സ് ഓഫ് ടു ദം. നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് subscribe this channel. It will just give me a motivation to do more and more videos. If you like this video, press like, share and subscribe. Do let me know your comments underneath this video and I will see you in the next video. Bye.